ജൻസികളെ തോൽപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അദ്ദേഹം വീണ്ടും ജൻസികളുടെ അതേ പാറ്റേൺ സ്വീകരിച്ചുകൊണ്ട് തന്നെ അർദ്ധരാത്രിയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നെ അധിക്ഷേപിച്ചവരെ, തൻ്റെ മരിച്ചുപോയ അമ്മയെ അധിക്ഷേപിച്ചവരെ എല്ലാ വിദ്യാർത്ഥികളോടും എല്ലാ ജൻസികളോടും താൻ ക്ഷമിക്കുന്നു. हाय फ्रेंड्स, आज तो मन करता है बस आपसे ही बातें करूं। जंतर मंतर पर जो कुछ भी हुआ देश और दुनिया ने देखा है। कुछ शरारती बच्चों ने भद्दी भद्दी गालियां बोली, किसी भी सभ्य समाज को शोभा न दे ऐसे शब्दों का प्रयोग किया गया। मुझे तो गालियां दी गई, मेरी स्वर्गीय माता को भी गालियां दी गई। न जाने कितना भद्दा स्वरूप था, लेकिन मैं आज बात करना चाहता हूं कि बचपन में गलतियां होती हैं और बचपन में गलतियों से सुधरने का अवसर भी होता है। അതുപോലെ തന്നെ അബ്യൂസിങ്, ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് ഒരു പരിഹാരമല്ല. വികസിത ഭാരതത്തിന് കൂടെ ചേരൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്ത് പറ്റി മോദിക്ക് ഇത്തരത്തിൽ തന്നെ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അങ്ങ് ക്ഷമിക്കുന്ന തലത്തിലേക്കൊക്കെ മാറി പോകുന്നത് എന്തുകൊണ്ടാണ്? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഋഷി പാരമ്പര്യമാണത്. ഭാരതത്തിൻ്റെ ഋഷി പാരമ്പര്യമാണ്. നമ്മളിപ്പോൾ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. പ്രതികാര മനോഭാവം എന്ന് പറയുന്നത് യുദ്ധത്തിലൊക്കെ അതാവാം. ശത്രുരാജ്യമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അതൊക്കെ വേണ്ടി വരും. പ്രതികാര മനോഭാവം, കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുട്ടികളാണ് അവർ വഴിതെറ്റിപ്പോയി. അവരോട് ക്ഷമിക്കുക എന്നുള്ളത് അത് വളരെ അത്യുന്നതമായൊരു മാനസിക നിലയിലുള്ള ഒരാൾക്കേ അത് സാധിക്കുള്ളൂ. അത് മോഡിക്ക് എന്ത് പറ്റിയെന്നുള്ള ചോദ്യം ഉത്ഭവിക്കുന്നില്ല. മോഡി അതാണ്. മോഡിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഋഷിതുല്യമായ മനസ്സാണ്. എല്ലാ കാര്യങ്ങളെയും വളരെ സാവധാനത്തിൽ വീക്ഷിക്കുകയും ക്ഷമയോടുകൂടി കാണുകയും ചെയ്യുന്ന, പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പ്രതികരിക്കുന്ന രൂപത്തിലുള്ളൊരു പ്രധാനമന്ത്രിയല്ല അദ്ദേഹം. അങ്ങനത്തെ ഒരു വ്യക്തിയുമല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ പ്ലാൻ ചെയ്ത രീതിയിൽ പോകുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വളരെ ദുഃഖകരമായ സംഗതികളുണ്ട്. അദ്ദേഹത്തിനെ പറയാമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അമ്മയെ ആക്ഷേപിച്ചു. ഇപ്പോൾ മറ്റേ എന്താ പറയുക, അവരുടെ പേര് ജാൻമണി പറയുന്നത് എന്ന് വെച്ചാൽ അവരൊക്കെ എന്തൊക്കെയോ തരത്തിലുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവർ ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രായവും കഴിഞ്ഞ ആൾക്കാരാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കതിരിനെ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നേരായ വഴിക്ക് വരാനുള്ളൊരു അവസരമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലുള്ള പറഞ്ഞ ആൾക്കാരുടെ കേസുകളും അദ്ദേഹം മുന്നോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു വളരെ മെച്യൂർഡ് മൈൻഡാണ്. കാരണം ഈ കുട്ടികൾ നാളത്തെ ഭാരതത്തിൻ്റെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗമാകേണ്ട ആൾക്കാരാണ് അല്ലേ? അവരിതോടുകൂടി എങ്ങോ പോകുന്നവരോ എവിടെ നിന്നോ വന്നവരോ എനിക്ക് എങ്ങോ പോകുന്നവരല്ല, അവരിവിടെ തന്നെ വേണം. അപ്പം അതിൽ പറയുന്നത് തന്നെ രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാമെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും. ഈ നമ്മുടെ പല്ല് കൊണ്ട് നാക്കിനെ അറിയാതെ കടിച്ചു കഴിഞ്ഞാൽ ആ പല്ലെടുത്ത് പിഴുതറിയുന്ന ഒരു ശീലം നമുക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികളാണ്. തെറ്റ് സംഭവിച്ചാൽ തിരുത്തേണ്ടത് നമ്മുടെയാണ്. പിന്നെ അദ്ദേഹം ഞെട്ടിപ്പോയി എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നത്, ഒരാളെ അധിക്ഷേപിക്കുന്ന തലങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും താൻ ക്ഷമിക്കുകയാണ്, എല്ലാ ജൻസികളോടും ക്ഷമിക്കുകയാണ്. അത് ഞെട്ടിപ്പോവും. കാരണം നമ്മുടെ മരിച്ചുപോയ അമ്മയൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ആരാലും ഞെട്ടിപ്പോകും. നമുക്ക് തന്നെ കേട്ടിട്ട് വിഷമം തോന്നില്ല. ഇപ്പോൾ ജാൻമണി പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് തന്നെ ഞെട്ടലുണ്ടായില്ലേ? കാരണം എല്ലാവർക്കും വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചെന്നാന്നുള്ളത് ഓപ്പണാണ്. അത് ഇത്ര രഹസ്യങ്ങളൊന്നുമില്ല. 1989 എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഏതോ കൊല്ലം മരിച്ചു, പിന്നെ 3 കൊല്ലം കഴിഞ്ഞ് ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അബ്സേർഡ് ആൻഡ് ഒബ്സീനായിട്ട് സംസാരിക്കുകയാണ് അവർ ചെയ്തത്. അത് വളരെ ഒരു സാംസ്കാരികമായൊരു അധപ്പതനത്തിനാണ് കാണിക്കുന്നത്. അധപ്പതനമാണത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഇനിയും തിരുത്താനുള്ള പ്രായമുണ്ട്.
മറ്റവർക്കൊന്നും ഇനി ആ പ്രായം കഴിഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി തിരുത്തപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഇവരെ ഒന്നും വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ പെടുത്താൻ പെടുത്താൻ പറ്റില്ല. പറ്റില്ല. അപ്പോൾ അവരൊന്നും ഇനി തിരുത്തപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. അവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോകും മുന്നോട്ട്. ഇതേപോലെ ആരെങ്കിലുമൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഇന്ന് മോഡിയാണെങ്കിൽ നാളെ വേറെ ആളായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് തിരുത്താനുള്ളൊരു പ്രായമാണത്. അവരധികം ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയാണ്, ശരിക്കും ഞെട്ടിപ്പോകുമല്ലോ അത്. കാരണം ഇങ്ങനെയാണോ കുട്ടികൾ ആക്ഷേപിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ സമരങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്, വിദ്യാർത്ഥി സമരങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്, അതിൽ പങ്കെടുത്തിട്ടുമൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ പങ്കെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ സമരം ചെയ്യുമ്പോഴോ ഇതേപോലെ ആക്ഷേപിക്കുന്നത് കണ്ടിട്ടില്ല. കുടുംബത്തിലെ മരിച്ചുപോയ അച്ഛനും അമ്മയൊക്കെ ആക്ഷേപിക്കുന്നത് ഒരിക്കലും കണ്ടില്ല. ചെയ്യുന്നവരുണ്ടാകും, അത് അത്രത്തോളം അധപതിച്ച ആൾക്കാരാണ് അത് ചെയ്യാറ്. അതൊരു രാഷ്ട്രീയമേ അല്ല. അപ്പം ഇതും ഒരു വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരാൾക്കാർ ഇതെന്തിനു പറയണം? അവരുടെ ആവശ്യമല്ല അവർ മുന്നോട്ട് വയ്ക്കേണ്ടത്. ഞങ്ങൾക്കിതാണ് ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്കിതാണ് നേടേണ്ടത്, ഞങ്ങൾക്കിതാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അത് പറയുന്നതിനൊപ്പം തന്നെ ഭരണാധികാരിയുടെ അച്ഛനെ അമ്മയൊക്കെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംസ്കാരമല്ല അത്. നമ്മുടെ ഭാരതീയമായുള്ള സാംസ്കാരിക പാരമ്പര്യത്തിന് യോജിക്കുന്നതല്ല. പക്ഷെ മോഡിജി അതിനെല്ലാം ഉപരിയായി അദ്ദേഹം ഭാരതീയമായ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി. ഇപ്പോൾ നേരത്തെ അതിൽ പറഞ്ഞ പോലെ തന്നെ അറിയാതെ നാക്കിൽ പല്ല് കടിച്ചു വെച്ചിട്ട് പല്ല് തല്ലി കൊഴിക്കാറില്ല. പിന്നെ അതിൽ നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വയം പഞ്ചാധികം ശതം. അതായത് പഞ്ചപാണ്ഡവന്മാർ 5 പേര്, മറ്റേവർ 100 പേര്, പിന്നെ 101ാമത്തെ ഒരു പെൺകുട്ടിയാണ് അത് കൂട്ടുണ്ടാവുക. അപ്പോൾ 105 പേര്. അപ്പോൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് 100ഉം 5ഉം തമ്മിലാണ് യുദ്ധം, അല്ലേ? പക്ഷെ ഒരു പൊതുശത്രുവിനെ നേരിടുന്ന സമയത്ത് നമ്മൾ 105 പേരാണ്. അതാണ് വയം പഞ്ചാധികം ശതം. 100ഉം 5ഉം ചേർന്ന 105ആണ് നമ്മളത്. അതുപോലെ ആയിരിക്കണം നമ്മൾ രാജ്യത്തിൻ്റെ കർമ്മത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുരോഗതിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം അവർക്കൊരു അവസരം കൊടുക്കുകയാണ് തെറ്റുകൾ തിരുത്താനായിട്ട്. ഇനി ഇത്തരത്തിലുള്ള ആക്ഷേപാർഹമായ രൂപത്തിൽ സംസാരിക്കാതിരിക്കാനും ഭരണാധികാരികളെ പറ്റിയിട്ട് ഇത്ര മോശമായിട്ടുള്ള ഡർട്ടി ലാംഗ്വേജ് ഉപയോഗിക്കാതിരിക്കാനുള്ളൊരവസരമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതിന് അത്യന്തം വേദന ഉണ്ടെങ്കിലും അദ്ദേഹം അവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുകയാണ്. അതൊരു ഭാരതത്തിൻ്റെ ഒരു ഋഷി പാരമ്പര്യമാണ് അദ്ദേഹം കാണിച്ചത്. ക്ഷമിക്കുക എന്നുള്ള എല്ലാവർക്കും സാധ്യമല്ല. അതെ, അല്ല വേണമെങ്കിൽ കേസ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അധിക്ഷേപിക്കുക, അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ ഈ അഭിജിത് ദീപ്തിയൊക്കെ പറയുന്നത് പോലെ വെറുതെ കേസ് എടുക്കുന്ന ഒരു രീതിയല്ല, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതിന്റെ പേരിൽ കേസ് എടുക്കുന്നതല്ല. പക്ഷെ ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കേസ് എടുക്കാൻ പറ്റുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ 25-കാരിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പായിരുന്നു ചുമത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ രുചിക സിംഗ്, അങ്ങനെ ആ പെൺകുട്ടിയുടെ പേര്. പിന്നീട് ആ പെൺകുട്ടിയുടെ അമ്മയൊക്കെ വന്ന് കരഞ്ഞു പറയുകയാണ് ചെയ്യുന്നത്, തൻ്റെ മകൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ക്ഷമിക്കണം പ്രധാനമന്ത്രി, ഇത് കാണണം, ക്ഷമിക്കണം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. അഭിജിത് ദീപ്തി നാഷണൽ ചാനൽസിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയാണ്, അമിത്ഷയും പ്രധാനമന്ത്രിയും ഒക്കെ നരേന്ദ്രമോദിയുടെയൊക്കെ ആവശ്യം വിദ്യാർത്ഥികളെ അവരെ ഇല്ലാതാക്കുകയാണ്, അവർക്കില്ലാത്ത കേസുകൾ എടുക്കുകയാണ്. ഇതിങ്ങനെ വാതോരാതെ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് 11:30 ആയെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ. അപ്പോഴാണ് പ്രധാനമന്ത്രി ഒന്നിരുന്ന് പറയുന്നത്, തന്നെ അധിക്ഷേപിച്ചവരെയും തൻ്റെ മാതാവിനെ അധിക്ഷേപിച്ചവരെയും എല്ലാ വിദ്യാർത്ഥികളോടും താൻ ക്ഷമിക്കുന്നു എന്ന്. കേസ് എന്തായാലും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനാണ് കാണിക്കുന്നത്. അഭിജിത് ദീപ്തിയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രേരിപ്പിക്കുന്ന ആൾക്കാർ ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ചില ശക്തികളുണ്ടല്ലോ, അതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണ്. വിദേശത്തുള്ള ചില ശക്തികൾ ഈ രാജ്യം മുന്നോട്ട് വരാൻ പാടില്ല, ഈ രാജ്യം പുരോഗമിക്കാൻ പാടില്ല, ഈ രാജ്യം നശിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന ശക്തികളുടെ കയ്യിലെ ചട്ടുവങ്ങളാണ് അവർ. അവരങ്ങനെ പറയുള്ളൂ, അവരങ്ങനെ മാത്രമേ പറയുള്ളൂ. ആ പരീക്ഷയുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും തിരുത്തിക്കൊണ്ടുള്ള പുതിയ സമ്പ്രദായം കൊണ്ടുവന്ന്, പുതിയ നിയമം കൊണ്ടുവന്ന്, പെട്ടെന്ന് എങ്ങനെയാണ് ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ട എങ്ങനെയാണെന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. ഇതുകൂടാതെ വിദ്യാഭ്യാസം ഒരു രാജ്യം വെച്ചു. ഇനി ഇവർക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതൊന്നുമല്ല. അവരുടെ ഉദ്ദേശം പരീക്ഷയല്ല, നീറ്റും അല്ല, ഒന്നുമല്ല, ധർമ്മേന്ദ്ര പ്രധാനമല്ല. അവരുദ്ദേശം വെച്ചാൽ ഈ ഗവൺമെൻറ്റിനെ ഡീസ്റ്റബിലൈസ് ചെയ്യണം, ഈ സർക്കാരിനെ ടോപ്പിൾ ചെയ്യണം, വീഴ്ത്തണം, അതിനിവിടെ ഒരു അരാജകത്വം വരണം.
ഈ രാജ്യം മുന്നോട്ട് പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ അവർക്ക് കിട്ടുന്നു, അവരതുപോലെ ചെയ്യുന്നു. പക്ഷെ അത് മോദി അദ്ദേഹം എത്രത്തോളം മഹാനാണെന്ന് തെളിയിച്ചു അതെ, ഈ ക്ഷമയിൽ കൂടെ. ഇനി അവർ എന്ത് പറഞ്ഞായിരിക്കും സമരം ചെയ്യേണ്ടത്? കാരണം കേസ് എടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് പറയാനാ? ഇനി അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടുവരും. അവരുടെ യജമാനന്മാർ പറഞ്ഞു കൊടുക്കുമല്ലോ വേറെ എന്തെങ്കിലും. ഇവരൊക്കെ പാവകളല്ലേ, ഇവരുടെ സ്വന്തം ബ്രെയിൻ അല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. എല്ലാവരുടെയും ബ്രെയിനിൽ വരുന്ന ചിന്തകൾ നടപ്പിലാക്കാനുള്ള ആൾക്കാരല്ലേ ഇവർ. മറ്റാരും പറയാത്ത വാർത്തകളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണേ.